നമുക്കിന്ന് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ മാറ്റി കിടത്തണമെന്ന് പറയാറുണ്ട്. റിച്ചുമോൻ ഇപ്പോ 7 വയസ്സായി. അവനൊരു 6 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഏകദേശം അവന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 7 വയസ്സ് കഴിഞ്ഞാൽ നീ മാറിക്കിടക്കണം എന്നുള്ള കാര്യം. ഇപ്പൊ 7 വയസ്സ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞെങ്കിലും അവനിപ്പോഴും നമ്മൾ പറയുന്ന സമയത്തൊക്കെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 2 റൂമാണുള്ളത്. ഒന്ന് കിഡ്സ് റൂം എന്നാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾ അതൊരു ഗസ്റ്റ് റൂം ആയിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബെഡ്റൂം ആയിട്ടുള്ള യാതൊരു കൺസിഡറേഷനും നമ്മൾ ഈ റൂമിൽ കൊടുത്തിട്ടില്ല. അപ്പോ അവർ ഈ റൂമിലേക്ക് മാറിക്കിടക്കണമെങ്കിൽ അവർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്നുള്ള തോന്നലിന്റെ പുറത്താണ് നമ്മൾ ഈ ബങ്ക് ബെഡ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഫർണിച്ചറുകളെല്ലാം തന്നെ ഐക്കയിൽ നിന്നാണ് കേട്ടോ. ഈ ഐക്കയുടെ ഫർണിച്ചറുകളുടെ ഒരു പ്രത്യേകത, അവർ എല്ലാ സ്ക്രൂവും എല്ലാം നമ്മൾക്ക് തന്നുവിടും. നമ്മൾ തന്നെ മാനുവൽ ആയിട്ട് അത് അസംബിൾ ചെയ്യാം. നല്ല ക്ഷമയുണ്ടാവാനും അതുപോലെ തന്നെ ബോറടി മാറ്റാനും പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ ഐക്കയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഇതുപോലെ ഇരുന്ന് അസംബിൾ ചെയ്യാന്നുള്ളത്. മാനുവൽ തിരിച്ചും മറിച്ചും കുറേ നേരം നോക്കി കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഫിക്സ് ചെയ്തത്. കുറെ അഴിച്ചു പണിയേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഏകദേശം ഒരു 10-11 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ 3 മണി വരെ നമ്മൾ ഇരുന്നിട്ട് ഫിറ്റ് ചെയ്തു കേട്ടോ. പകുതിയിൽ നിർത്താൻ വേറൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും ഒരു സ്ക്രൂ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നൈറ്റ് അവർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒറ്റയ്ക്കാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അത് നമുക്കും നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു.